എന്തായാലും തന്നെ സമ്മതിച്ചു. മുമ്പ് ആരോടും മിണ്ടാതിരുന്ന ആളായിരുന്നു. ഇന്ന് ഞാൻ ചോദിച്ചതിനൊക്കെ മുക്കിയും മൂളി മറുപടി തന്നു. ഞാൻ അതൊന്ന് ചിരിച്ചതേ ഉള്ളൂ. അന്നത്തെ പകല് കടന്നുപോയി വായു വേഗത്തിലാണെന്ന് തോന്നി. കുഞ്ഞേട്ടൻ, അരുണേട്ടൻ, ആതിരയും എല്ലാം ചേർന്ന് ആ പകലിനെ ആഘോഷമാക്കി. എന്നെ കാണുമ്പോൾ പകയോടെ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ അരുണേട്ടന്റെ അമ്മ കുത്തിനോക്കാൻ വന്നില്ല. അന്ന് തന്നെ മടങ്ങി. അരുണേട്ടന്റെ കുടുംബത്തെ ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങളുടെ വാശയ്ക്ക് മുമ്പിൽ അവർ തോൽവി സമ്മതിച്ചു. രാവേറും വരെ പൊട്ടിച്ചിരികളും തമാശകളുമായിരുന്നു. രാത്രി ഞങ്ങൾക്കൊപ്പം കിടക്കണമെന്ന് ആതിര വാശി പിടിച്ചെങ്കിൽ ആ സ്ത്രീ സമ്മതിച്ചില്ല. മനസ്സില്ലാ മനസ്സോടെ അവൾ അവർക്കൊപ്പം മുറിയിലേക്ക് പോയി. ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണടച്ച് കിടക്കുമ്പോഴാണ് രാവിലത്തെ ചോദ്യോത്തരങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നത്. ചിതലെടുത്ത് കിടന്ന ഓർമ്മകൾ പലതും പുനർജീവിച്ചു വന്നു. അമ്മ, എന്നെ കാണുമ്പോൾ പതറുന്ന കണ്ണുകൾ, അസ്വസ്ഥത പെരുകുന്ന മുഖം, ഇരുട്ട് വീണ മുറിയിൽ ജനല് പിടിച്ച് വേലിക്ക് പുറത്തെ നടുവഴിയിലേക്ക് ആരുടെ വരവ് നോക്കി നിന്ന ബാല്യം, അടക്കി പിടിച്ച കണ്ണുകൾ ഉറവ് പൊട്ടിയൊഴുകി. തലയിണയിൽ മുഖം അമർത്തി വെച്ചു. നാശം, ഭ്രാന്തി പിടിച്ച ചിന്തകൾ ഓരോന്നായി കൂട്ടിൽ നിന്നും പുറത്തേക്ക് പറന്നുയരുന്നു. എന്റെ ആകാശത്ത് വല്ലാത്തൊരു ശബ്ദത്തോടെ അവ കൂകി ആർക്കുന്നു. കുറച്ചു നേരം എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നി. ഭിത്തിയിൽ തല ചേർത്ത് വെച്ച് കട്ടില്ലായിരുന്നു. ഹാവി ബോധം കെട്ട പോലെ ഉറങ്ങിയാണ്. ഒരു കണക്കിൽ അതൊരാശ്വാസമായി തോന്നി. കണ്ണുനീർ വീണ അപ്പുവിന്റെ മുഖങ്ങൾക്ക് പരിചയമില്ല. നിലാവ് ജനലിലൂടെ മുറിയിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ചെടികളും മരങ്ങളും ഒത്ത് നിലാവിൽ കുളിച്ചു നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹം തോന്നി. ഭ്രാന്തൻ ചിന്തകളെ ഒടിച്ചുവിടാൻ അത് നല്ലതാണെന്നും തോന്നി. എഴുന്നേറ്റ് ആ ചാലക വാതിലിനടുത്തേക്ക് പോയി നിന്നു. ആദ്യം നോട്ടം പോയത് തന്നെ അസ്ഥിത്തറയിലേക്കാണ്. ഞെട്ടിപ്പോയി. ആ ചെമ്പകമരച്ചോട്ടിൽ അയാളുണ്ട്. അസ്ഥിത്തറയിലേക്ക് നോക്കിയാണ് നിൽപ്പ്. ഇടയ്ക്ക് കണ്ണും തുറക്കുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ അയാളെ നോക്കി നിന്നു. അയാളിൽ എവിടെയും ഞാനുള്ളതുപോലെ ഇരുട്ടിലും മാത്രം കോമാളി മുഖം മൂടി അഴിച്ചു വെച്ച് കരഞ്ഞു വീർത്ത കണ്ണു തുറയ്ക്കുന്ന രണ്ടുപേർ. കുറച്ചു നേരം അയാളെ നിൽപ്പ് നിന്നു. പിന്നെ കുളപ്പടവിലേക്ക് നടക്കുന്നത് കണ്ടു. ഹാമ്യം വിളിച്ചോണ്ട് പടവിലേക്ക് പോയാലോന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പിന്നീട് അത് വേണ്ടെന്ന് തോന്നി. ഒറ്റക്ക് പോകാൻ തീരുമാനിച്ചു. വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുമ്പത്തെ പോലെ പേടി തോന്നിയില്ല. പതർച്ചയുണ്ടായിരുന്നില്ല. അയാളായിരുന്നു മനസ്സിൽ. പടവുകളിലേക്കുള്ള വഴി നിലാവ് നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നന്ദ്യാർവട്ട പൂക്കൾ പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു. അത് ആസ്വദിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. കുളപ്പടവില് അയാൾ ഉണ്ടാകുമോ എന്നുള്ള സംശയമായിരുന്നു മനസ്സ് നിറയും. പടവിലെത്തിയപ്പോഴേ കണ്ടു കുളത്തിൽ നിന്നും 4ാമത്തെ പടിയിൽ സ്വയം മറന്നിരിക്കുന്ന അയാളെ. വെള്ളത്താമര പൂക്കളെ നോക്കിയാണ് ഇരിപ്പ്. 1-2 നിമിഷം അയാളെ നോക്കി നിന്നിട്ടാണ് ഞാൻ പടവുകൾ ഇറങ്ങിച്ചെന്നത്. ഞാൻ തൊട്ടടുത്തെത്തിയപ്പോഴാണ് അയാൾ അറിഞ്ഞതെന്ന് തോന്നുന്നു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നത് കണ്ടു. എന്നെ കണ്ടത് അയാൾ ഞെട്ടിപ്പടി ചാടി എഴുന്നേറ്റു. നീയോ? നീ എന്താ ഇവിടെ? ഇതും അജുമോന് പതിപ്പിച്ചെന്നിരിക്കുന്ന സ്ഥലമാണോ? നിസാരമട്ടിൽ ഞാൻ ചോദിച്ചത്. അയാൾ എന്നെ ദഹിപ്പിക്കും മട്ടിൽ നോക്കി. ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ വന്നില്ല. അത് ആ താമര 3-4 പൊട്ടിച്ചെടുക്കണം, അതാണ് ഉദ്ദേശം. എന്തിനാണെന്ന് വെച്ചിപ്പോ എന്താ പറയാ? ചുമ്മാ നുള്ളിക്കളയാൻ ഒരു മനസ്സ്. ഓരോരുത്തർക്കും ഓരോ ഹോബിയല്ലേ. ഇതാണ് എന്റെ ഹോബി. ഈ വീട്ടിലാരും പൂ പൊട്ടിക്കാറില്ല. അതിന് ഞാൻ ഈ വീട്ടിലുള്ളതല്ലോ. തനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ? ആയിരിക്കുന്നു. അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുന്നേ മരിച്ചു. അമ്മയാണെങ്കിൽ ഒരു അമേരിക്കക്കാരനെയും കെട്ടി പിള്ളേരൊക്കെയായി ജോളിയായിട്ട് അമേരിക്ക കഴിയുന്നു. ചുമ്മാതല്ല നീ ഇങ്ങനെയായി പോയത്. എങ്ങനെ? എനിക്കും ദേഷ്യം വന്നു. പാതിരാത്രി ഇറങ്ങിയെടുക്കുന്നതേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല. അല്ല, പ്രത്യേകതരം കുടുംബത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ടേ എനിക്ക് ഏത് സമയത്തും അറിഞ്ഞടക്കാം. ഞാനും ഗൗരവത്തിലേ. സ്വാഭാവികം. ചുമ്മാതല്ലേ നിന്റെ അച്ഛൻ നീ ജനിക്കും മുന്നേ പോയി. അയാളത് പറഞ്ഞു. എന്റെ സമനില തെറ്റി. നിങ്ങളുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് ഭാര്യയും കുഞ്ഞും ഇല്ലാതായത്? ഞാനത് ചോദിച്ചു. അയാൾ എനിക്കേറെ കൈ വീശിയത് ഒരുമിച്ചായിരുന്നു. ഞാൻ മുഖം വെട്ടിച്ചിട്ട് ബാലൻസ് ചെയ്ത് താഴേക്ക് വീണു.
തല എവിടെയോ ശക്തിയായിട്ട് ഇടിച്ചു തോന്നുന്നുണ്ട്. പിന്നെ ഓർമ്മ പോയി. മുഖത്ത് വെള്ളം വീണപ്പോഴാണ് ബോധം തെളിഞ്ഞത്. തല ശക്തമായി വേദനിക്കുന്നുണ്ടായിരുന്നു. 2 കൈകൊണ്ടു തല ഞാൻ അമർത്തി പിടിച്ചു. നല്ല വേദനയുണ്ടോ? ഒട്ടൊരു പതർച്ചയുണ്ട്. എനിക്കരികിൽ കേട്ട ശബ്ദമാണ്. സത്യത്തിൽ സ്ഥലകാല ബോധം തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തല ഉയർത്തി നോക്കി. കുളപ്പടവിന് മുകളിലുള്ള തറയിലാണ് കിടക്കുന്നത്. എന്റെ മുഖത്തേക്ക് നോക്കി. ആകെ വെപ്രാളപ്പെട്ട് അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്ത് എനിക്ക് 2-3 മിനിറ്റ് വേണ്ടി വന്നു. അയാളെ ഒന്ന് വട്ടം ചുറ്റിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തലയാകമാണ് ഒരു മരവിപ്പ് പോലെ. ഒരു മിനിറ്റ് കൈ നിലത്ത് കുത്തി എഴുന്നേറ്റിരുന്നു. വേദനയുണ്ടോ? വീണ്ടും അയാളുടെ ചോദ്യം വന്നു. ഇല്ല, പരമാനന്ദ സുഖം. അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില്. അതവിടെ നിൽക്കട്ടെ, ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? അത് പിന്നെ തന്റെ അവിടെയായിരുന്നു വീട് കിടന്നത്. ഞാൻ എവിടെ എടുത്ത് കിടത്തിയത്? അജുമാന് കുറച്ചു ദിവസമായിട്ട് ചുമടെടുപ്പ് തന്നെയാണല്ലോ പണി. തനിക്ക് ബോധമില്ലായിരുന്നു. അതെങ്ങനെ കാണും? അമ്മാതിരിയല്ലേ തല്ലിയത്? അതിന് തല്ലു കൊണ്ടില്ലല്ലോ. താൻ ബാലൻസ് സെറ്റില്ലേ താഴേക്ക് വീണത്? ഓ, അപ്പൊ തല്ലാൻ പറ്റാത്തതിന്റെ വിഷമാണ്. അങ്ങനെയല്ല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തില്. അജുമോന് മാത്രമേ ദേഷ്യം എന്നുള്ള വികാരമുള്ളൂ. അതും എന്നെ കാണുമ്പോ മാത്രം. ബാക്കിയുള്ളവരെല്ലാരും മോൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ടൈപ്പാണെന്നാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ? തന്റെ വർത്തമാനം ശരിയല്ല. ഓ, അജുമോന്റെ പിന്നെ നല്ല വർത്താനമാണല്ലോ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓ, ആ ബോധോഗിലോട്ടല്ലോ. അത് നന്നായി. കുറച്ചു നേരം അയാൾ നിശബ്ദമായി നിന്നു. എനിക്ക് തലവേദന അസഹനീയമായി തോന്നി. കൈകൊണ്ട് തലയമർത്തി. നന്നായി മുഴച്ചിട്ടുണ്ട്. തനിക്കൊന്ന് തടവി നോക്കൂടെ? ഞാൻ അനങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് അയാൾ കൈ ഉയർത്തി തല തടവാൻ ശ്രമിച്ചു. തലയിൽ സ്പർശിച്ചത് അസഹനീയമായ വേദനയും. ഞാൻ ആ കൈ തട്ടി മാറ്റി. വേണ്ട, ഒന്നും വേണ്ട. അരുണിനൊന്ന് കാണിച്ചാലും ഈ പാതിരാത്രിയിലും. പിന്നെ എന്ത് ചെയ്യും? ഒന്നും വേണ്ട, ഞാൻ മുറിയിൽ പോയി ബാമ്പലെടുത്തിട്ടോളാം. താനൊരൊറ്റ ഒരാളാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. വെറുതെ മനുഷ്യന്റെ സൂര്യം കളയാനായിട്ട്. നാശം. എന്നെ തള്ളിയിട്ട് ഈ പരുവത്തിലാക്കിയിട്ട് കുറ്റം എന്റെ ഈ തലയിൽ തന്നെ. നീ അനാവശ്യമായിട്ട് എന്റെ പിന്നാലെ വന്നിട്ടല്ലേ? ആര് പിന്നാലെ വന്നു? ഞാൻ താമരപ്പൂ പറിക്കാൻ വന്നാണ്. അജുമോനോട് പറഞ്ഞതല്ലേ. ഒരു വീട്ടിൽ വന്നാലേ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. വീട്ടിൽ വരുന്നവരെ തല്ലുന്നത് പിന്നെ മര്യാദയുടെ ലക്ഷണമാണല്ലോ. നിന്നോട് തർക്കിക്കാനേ ഞാനില്ലേ. ആയിക്കോട്ടെ, നീ എന്തിനാ എന്നെ ശല്യപ്പെടുത്തുന്നത്? ശല്യപ്പെടുത്തുന്നോ? ആര്? ഞാനോ? എപ്പോ? അതെ, നീ തന്നെ. നീ മനഃപൂർവ്വം എന്നെ ശല്യപ്പെടുന്നതാ. മനസ്സിലായില്ല? നോക്കൂ, എനിക്ക് നിന്നോടൊന്നല്ല ആരോടും ഇടാൻ താല്പര്യമില്ല. ആരെ ശല്യപ്പെടുത്താനും ഞാനില്ല. വേദനിപ്പിക്കാനും വയ്യ. എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഒതുക്കിക്കൂടാനാണ് ഇഷ്ടം. നീ അവിടേക്ക് ശല്യത്തിന് വരരുത്. ഓക്കെ, ശല്യപ്പെടുത്താൻ വരുന്നില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നില്ലേ? തന്നെ തല്ലിയതിനാണെങ്കിൽ സോറി. അത്രയ്ക്ക് സഹികെട്ടപ്പോ ചെയ്തു പോയതാ. എന്റെ കാര്യം വിട്ടേക്ക്. ഹജുബോന്റെ അമ്മയും അച്ഛൻ സഹോദരങ്ങളെ ഓർത്താ മതി. അവരെല്ലാം എന്ത് തെറ്റിയത് നിങ്ങൾ ഈ വഴിമാറി നടക്കുന്നത്? എനിക്ക് ആരുടെയും കാര്യം അറിയണ്ട. ഓ, അപ്പൊ സ്വന്തം കാര്യം സിന്താബ ആ ശൈലിയാണല്ലേ? അതിന് നിനക്കെന്താ? നീ ഒറ്റൊരുത്തി വന്നത് പിന്നെ മനുഷ്യന്റെ സമാധാനം പോയത്. അങ്ങനെ അജുമോന് മാത്രമായിട്ട് ഒരു സമാധാന പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. അത് പറയാൻ നീ ആരാ? എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ നീ ഇനി വാങ്ങിച്ചു കൂട്ടും. എന്റെ ആമയുടെ ചേട്ടനാണെന്ന് കരുതിയ ആ തല്ലി ഞാനങ്ങ് ക്ഷമിച്ചത്. ഇനി അജുമോനൊന്ന് തല്ലി നോക്ക്, വിവരം അറിയും. ജോസഫൈനെ രാജിവെച്ചിട്ടുള്ളൂ. വനിതാ കമ്മീഷനെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആരോടും മിണ്ടാത്ത മോനെ പീഡന കേസിൽ അകത്താണ് കണ്ടു. കുടുംബം ഒട്ടും ഞെട്ടും. അയാൾ എഴുന്നേറ്റ് എന്നെ നോക്കി പല്ല് കടിച്ചു. കുളപ്പടവിലെ വാതിൽ കടന്നുപോയി. അയാൾ പോയിട്ട് ഞാൻ ഒരു പേര് പിടിച്ചെഴുന്നേൽക്കാൻ നോക്കി. കാലിന് മാത്രമല്ല, ദേഹത്തിന്റെ പല ഭാഗത്തും നല്ല വേദന തോന്നി. കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരിക്കാന്ന് കരുതി. കണ്ണുകളടച്ച് കുറച്ചു നേരം ഇരുന്നു. കാൽപാദം നല്ല ഭാരം പോലെ. നല്ല നീരുമുണ്ട്. മുകളിലായി ഒരു മുറിവ്. ഞാൻ ആ മുറിവ് പരിശോധിക്കുമ്പോഴാണ് വീണ്ടും വല്യേട്ടൻ വരുന്നത്. നീ പോയില്ലേ?
ഹജ്മോ ഞാൻ പോയി നോക്കാൻ വന്നതാണ്. അയാൾ മറുപടി പറഞ്ഞില്ല. എന്റെ അടുത്തേക്ക് വന്നു. ഓരോരോ തൊഴിലവർ നാശം. എഴുന്നേൽക്ക്. ഞാൻ അനങ്ങിയില്ല. അയാൾ എന്റെ കയ്യിൽ പിടിച്ചു പൊക്കി. വേറെ നിവർത്തിയില്ലാത്തോണ്ട് ഇടത് അനുസരിക്കേണ്ടി വന്നു. കാല് നിലത്ത് കുത്തുമ്പോഴല്ല അസഹനീയമായ വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിയും വിധി വേദന കടിച്ചമർത്തി നടന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങേരി താങ്ങി പിടിച്ചുകൊണ്ട് നടന്നെന്ന് പറയുന്നതാവും ശരി. അതിന്റെ അസ്വസ്ഥത അയാളുടെ മുഖത്ത് നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അറപ്പാണ്. ഒരു അഴുക്കുപാടം താങ്ങി നടക്കും പോലെയുള്ള ഒരു ഭാവമായിരുന്നു അയാളുടെ മുഖത്ത് നിറയെ. ഏട്ടൻ ഓടി വന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറച്ചു മാറി പരിഭ്രമത്തിൽ നിൽക്കുന്ന വല്യേട്ടനെ കണ്ടത്. ഏട്ടനോ? ഏട്ടനെന്താ ഇവിടെ? വല്യേട്ടന്റെ മുഖം വിളരുന്നത് കണ്ടു. ഞാൻ വീണ ശബ്ദം കേട്ടു വന്നതാ. ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അനങ്ങാതെ നിൽക്കുക. ഒരു വിധി ഞാൻ പറഞ്ഞൊപ്പിച്ചു. വല്യേട്ടനൊന്ന് നോക്കി ധൃതിയിൽ പടി കയറിപ്പോയി. കുഞ്ഞേട്ടൻ തന്നെയാണ് അരുണേട്ടൻ. അമ്മയൊക്കെ വിളിച്ചിട്ട് വന്നു. വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നത് കാൽ തെറ്റി വീണതാണെന്നൊരു കള്ളക്കഥ അതിനോടകം പ്രചരിച്ചിരുന്നു. ആമി എന്നെ കണ്ടപ്പോ മുതലുള്ള നിലവിളിയാണ്. അമ്മയും അതെ. രണ്ടാളുടെ മുന്നിൽ വേദനയില്ലെന്ന് അഭിനയിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണമെന്ന് അരുണേട്ടന് ഉറപ്പിച്ചു പറഞ്ഞു. കാരണം അമ്മയുടെ മടിയിൽ തല വെച്ചാണ് ഞാൻ കിടന്നത്. അമ്മ അപ്പോഴും വിതുമ്പുന്നുണ്ട്. എന്നെ തലോടുന്നുണ്ട്. ആ കണ്ണുകൾ നിറയുന്നത് കണ്ടു. എന്റെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആശുപത്രി, കുഞ്ഞേട്ടി, ആമ, അമ്മയെല്ലാം എനിക്ക് ചുറ്റും തന്നെ നിന്ന്. ഹോസ്റ്റൽ റൂമിൽ ഒരാളും കൂട്ടില്ലാതെ പനിച്ചൂടി വിറച്ചു കിടന്ന രാത്രി എപ്പോഴൊക്കെ മനസ്സിൽ തെളിഞ്ഞു ഭ്രാന്തി പിടിച്ച ഓർമ്മകളുണ്ട്. ആ കറുത്ത ഇന്നലകൾ എന്നിൽ നിന്ന് അകലേക്ക് പകർന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അമ്മയെ ചേർത്ത് വെച്ചു. അമ്മയ്ക്കൊരു ചൂടുണ്ടെന്നറിഞ്ഞു. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കരുണയുടെ അമ്മ ചൂട്. വൈകുന്നേരത്തോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തിയത്. അച്ഛൻ ആരതി വരെ വാതിലിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് അവരെല്ലാരും വീട്ടുമുട്ടിക്കുന്നു. എന്റെ പേര് എന്നേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് അവരെല്ലാരും ആണെന്ന് തോന്നി. അരുണേട്ടന്റെ അമ്മയുടെ മുഖത്ത് മാത്രം തെളിച്ചില്ലായ്മ കണ്ടു. പക്ഷെ അവരിലേക്ക് എന്റെ ശ്രദ്ധ പോകാത്ത വിധം എല്ലാവരും എന്നെ പൊതിഞ്ഞു പിടിച്ചു. അപ്പൂപ്പൻ താടികൾ ചേർത്തുണ്ടാക്കി സ്നേഹത്തിന്റെ ഒരു കുഞ്ഞു കൂടി. ഞാൻ അതിൽ തലച്ചായച്ചു കിടന്നുറങ്ങുന്നു. ഒരു കുഞ്ഞു പക്ഷിയായി. രാത്രി ഏറെ വൈകിയാണ് അരുണേട്ടൻ കുടുംബവും തിരികെ മടങ്ങിയത്. ഒരു ദിവസം ഞങ്ങൾ കൂടെ ചിലവഴിക്കാൻ അരുണേട്ടൻ ആദ്യക്ക് സമ്മതമായിരുന്നു. പക്ഷെ അശ്രീ സമ്മതിച്ചില്ല. എന്നെ അവർ ശത്രുവായി പ്രഖ്യാപിച്ച പോലെ തോന്നി. മറ്റുള്ളവർ എനിക്ക് നൽകുന്നു സ്നേഹവും വാത്സല്യവും അവരെ അത്ര അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു. അന്നമ്മ എനിക്കൊപ്പം കിടന്നത്. ശരീരം മുഴുവൻ ഇടിഞ്ഞു നുറുങ്ങുന്ന വേദന ഉണ്ടായിട്ട് ആ രാത്രി എനിക്കേറെ പ്രിയപ്പെട്ടതായി മാറി. എപ്പോഴോ മയങ്ങിയപ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞൊരു ആകാശം സ്വപ്നത്തിൽ തെളിഞ്ഞു മിനിങ്ങിക്കത്തുന്നു. നക്ഷത്ര വിളക്കുകൾക്ക് താഴെ ഒരു മേഘക്കീഴിൽ ഞാൻ ഉറങ്ങുന്നു. ഏറ്റവും സുഖകരമായൊരുറക്കം. പിന്നീട് ഒരാഴ്ച എന്നേലും കുഴമ്പിലുമായിരുന്നു ജീവിതം എന്ന് പറയുന്നത് ആവശ്യം. ഏതാണ്ട് സുഖചികിത്സയ്ക്ക് പോയൊരു സ്ഥിതി. അമ്മയും ദേവിയെടുത്ത് ആമിയുമായിരുന്നു ശുശ്രൂഷകർ. പകല് മുഴുവൻ എണ്ണയിലും കുഴമ്പിലും കിടപ്പുമായിരുന്നു. വൈകുന്നേരം കുഞ്ഞേട്ടനെത്തിയാൽ എന്റെ റൂമിലേക്കായിരുന്നു വരിക. ഉറക്കം വരുമ്പോൾ ചിരി തമാശ പറച്ചിൽ തന്നെ. ചിലപ്പോഴൊക്കെ അച്ഛനും വരും. ഓഫീസിലെ കാര്യം പറയും. എന്റെ പേര് എല്ലാവരും പങ്കിട്ടെടുത്തു. എനിക്കായിട്ട് സന്തോഷം വെച്ച് നീട്ടുന്ന പുള്ളി. ഞാനത് ആസ്വദിച്ചു. വല്യേണ്ടെ കുറിച്ച് മാത്രമാണ് ഒന്നും അറിയാതിരുന്നത്. ഓഫീസിൽ പോകുന്നുള്ളത് എപ്പോഴും അമ്മയുടെ സംസാരത്തിൽ നിറങ്ങി. അതിനപ്പുറം ഒന്നുമില്ല. എങ്കിലും എപ്പോഴൊക്കെ അയാളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നിരുന്നു. ഒരു പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ ഉണർന്നു പോയപ്പോഴാണ് വാദിക്ക് ഒരു നിഴലലക്കം കണ്ടത്. ഒരു നിമിഷം അത് വല്യേട്ടനാണ് എന്നൊരു സംശയം തോന്നി. എന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു ആമയുടെ കൈ പതുക്കെ എടുത്തു മാറ്റി. ഒട്ടൊരു സംശയത്തോടെ ഞാൻ വാതിക്കലേക്ക് എന്നു. തുടരും.